കഥ സ്നേഹസ്പർശം. രചന വിഷ്ണു സുനിൽ. വായന ദിവ്യ ഇന്ദിവരം. കുളിച്ച് ഈറൻ മാറി സെറ്റ് സാരി ഉടുത്ത് മുറിയിലെ കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നപ്പോൾ എനിക്കിന്നൊരു പൊടിക്ക് സൗന്ദര്യം കൂടിയതുപോലെ തോന്നി. മനസ്സിന്റെ സന്തോഷം മുഖത്തിന് സൗന്ദര്യം കൂട്ടുമെന്ന് കേട്ടിരിക്കുന്നത് വളരെ ശരിയാണ് അല്ലേ? എന്റെ ആഗ്രഹം പോലെ ടൗണിലെ സർക്കാർ സ്കൂളിൽ സ്ഥിര നിയമനം കിട്ടിയിരിക്കുന്നു. അപ്പോയിന്റ്മെന്റ് ലെറ്റർ കയ്യിൽ കിട്ടിയപ്പോൾ മുതൽ തുടങ്ങിയതാ നെഞ്ചിൽ സന്തോഷത്തിന്റെ പഞ്ചാരിമേളം. ടൗണിനടുത്തുള്ള സ്വകാര്യ സ്ഥാപനത്തിലെ ദിവസവേതനക്കാരനായ ജയേട്ടൻ എന്നെ മോളെ നോക്കാൻ ഒറ്റയ്ക്കോടി തളരുന്നത് കാണുമ്പോൾ എന്നും മനസ്സിൽ വിങ്ങലും പ്രാർത്ഥനയുമായിരുന്നു. എന്താ പെണ്ണെ, കണ്ണാടി നോക്കി സ്വപ്നം കാണാണോ? ജയേട്ടൻ മുറിയിലേക്ക് കയറി വന്നത് അറിയാതെ ഓരോന്ന് ചിന്തിച്ചു നിന്ന എന്റെ നെറ്റിയിൽ ഒരു വട്ടപ്പൊട്ടണിഞ്ഞ് ജയേട്ടന്റെ ചോദ്യം. പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് നാണത്തോടെ ചിരിച്ച എന്നെ ജയേട്ടൻ ചേർത്ത് നിർത്തി നെറ്റിയിലൊരു മുത്തം തന്നു. എന്റെ നേട്ടത്തിൽ അഭിമാനിക്കുന്ന, എന്നെ എന്നും അംഗീകരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവന്റെ സ്നേഹ സമ്മാനം കണ്ണുകൾ ഇറുകെ അടച്ച് ഞാൻ ഏറ്റുവാങ്ങി. അമ്മയൊന്ന് വേഗം വാ, സ്കൂൾ ബസ് ഇപ്പൊ വരും. മോളാണ് ഗൗരി. അവൾ സ്കൂൾ ബാഗും മാസ്കും സാനിറ്റൈസറൊക്കെ ആയി സ്കൂളിൽ പോകാൻ തയ്യാറായിട്ട് ഉമ്മർത്ത് നിൽക്കുക. പെട്ടെന്ന് സ്ഥലകാലബോധം തിരിച്ചു കിട്ടിയ ഞാൻ അവൾക്ക് ചോറ് കിറ്റെടുത്ത് ഓടി ഉമ്മറത്തെത്തി. അമ്മേ, ഇന്ന് ടൗണിൽ നിന്ന് വരുമ്പോ എനിക്ക് മസാല ദോശ കൊണ്ടുതരുമോ? ഗൗരി കുറച്ച് ദിവസമായി കൊതി പറയുന്നതാ. ഇന്ന് എന്തായാലും വാങ്ങിക്കൊടുക്കണം. ഞാൻ മനസ്സിലോർത്തു. വാങ്ങിത്തരാട്ടോ, അവളോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ജയേട്ടൻ കാറ് സ്റ്റാർട്ടാക്കി തിരിച്ച് ഗേറ്റിന് നേരെ നിർത്തിയിരിക്കുന്നു. സെക്കൻഡ് ഹാൻഡ് കാറാണെങ്കിലും വണ്ടി കണ്ടീഷനാണ്. ജയേട്ടൻ പൊന്നുപോലെ നോക്കുന്ന വണ്ടി. അമ്മ ഇന്ന് ഇതിലാണോ പോകുന്നത്? ഗൗരിയുടെ കൗതുകം. അതെ, അടുത്ത ദിവസം നിനക്കും എൻ്റെ കൂടെ വരാം. അവിടെ അഡ്മിഷൻ ശരിയാക്കട്ടെ. എൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ കണ്ണിൽ സന്തോഷത്തിന്റെ തിരയിളക്കം. അതാ സ്കൂൾ ബസ് വന്നു. മോൾ എന്നോടും ജയേട്ടനോടും കൈവീശി കാണിച്ച് ബസ്സിലേക്ക് ഓടിക്കയറി. ഞാൻ വീട് പൂട്ടി ബാഗെടുത്ത് മുന്നിലെ സീറ്റിലേക്ക് കയറാൻ നോക്കുമ്പോൾ മുറ്റത്ത് നിന്നിരുന്ന ജയേട്ടൻ ഡ്രൈവിംഗ് സീറ്റിന്റെ വാതിൽ തുറന്നു തന്നുകൊണ്ട് പറഞ്ഞു, സുജേ, വണ്ടി നീ എടുക്ക്, എന്നെ ഓഫീസിന് മുന്നിൽ ഇറക്കിയാൽ മതി. ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്നല്ലേ, ഒട്ടും കുറയ്ക്കണ്ട. സ്വന്തം കാർ ഓടിച്ച് നല്ല ഗമയിൽ തന്നെ വേണം എൻ്റെ ഭാര്യ സ്കൂൾ മുറ്റത്ത് ചെന്നിറങ്ങാൻ. ജയേട്ടൻ കാറിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞവസാനിപ്പിച്ചു. സ്നേഹത്തോടെ എന്നെ നോക്കി. ആ അംഗീകാരത്തിന്റെ നിറവിൽ ഞാൻ വണ്ടി മുന്നോട്ടെടുത്തു. ജയേട്ടനെ ഓഫീസിന് മുന്നിൽ ഇറക്കി ഞാൻ നഗരമധ്യത്തിലുള്ള നാടിന് അഭിമാനമായ സർക്കാർ വിദ്യാലയത്തിലേക്ക് കാറു പായിച്ചു. GMHSS വിമലഗിരി എന്നെഴുതിയ കവാടത്തിലൂടെ ചെന്ന് വിശാലമായ മൈതാനത്തിന് ഓരം ചേർന്ന് കാറ് നിർത്തി ഞാൻ നേരെ ഓഫീസ് മുറിയിലേക്ക് കയറി. പ്രധാനാധ്യാപികയായ ആലിസ് ടീച്ചർക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൈമാറി ഒന്ന് നിറഞ്ഞു ചിരിച്ചു. വാം വെൽക്കം സുജാത ടീച്ചർ. ഓഫീസ് നടപടികളെല്ലാം കഴിഞ്ഞു. ടീച്ചറുടെ അകമ്പടിയോടെ ഞാൻ 8B ക്ലാസ്സിനെ ലക്ഷ്യമാക്കി നടന്നു. ഞങ്ങളെ കണ്ട് ക്ലാസ്സിലെ കുട്ടികൾ ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് ഉറക്കെ ഗുഡ് മോർണിംഗ് പറഞ്ഞു. വളരെ കുറഞ്ഞ വാക്കുകളിൽ എന്നെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി ആലിസ് ടീച്ചർ മടങ്ങി. ക്ലാസ്സിലാകെ ഒരു നിശബ്ദത. പുതിയ ടീച്ചറെ ഉൾക്കൊള്ളാൻ അവർ സമയമെടുത്തേക്കാമെന്ന് അറിയാവുന്ന ഞാൻ ചിരിച്ചുകൊണ്ട് അവരോട് സംസാരിച്ചു തുടങ്ങി. എല്ലാവരും ഇരിക്കുന്ന ക്രമത്തിൽ ചാടി എഴുന്നേറ്റ് സ്വന്തം പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നു. എല്ലാവരുടെയും പേരുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്തതായി എന്ത് ചെയ്യണമെന്ന് ഞാൻ മനസ്സിൽ ഓർത്തു നോക്കുകയായിരുന്നു. അവസാനത്തെ കുട്ടിയും പേര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോടായി ചോദിച്ചു, ആരാണ് ഈ ക്ലാസ്സിൽ നന്നായി പാട്ടുപാടുന്നത്? കുട്ടികളിൽ പലരും സ്വന്തം പേര് പറയാതെ മറ്റുള്ളവരുടെ പേര് വിളിച്ചു പറഞ്ഞു തുടങ്ങി. അവരുടെ ശ്രദ്ധയെ ക്ഷണിക്കാൻ എന്നവണ്ണം ഞാൻ മേശമേൽ നല്ല ശബ്ദത്തിലൊന്ന് വീശിയടിച്ചു. എല്ലാവരും നിശബ്ദരായി. പാടാൻ കഴിയുന്നവർ സ്വയം എഴുന്നേറ്റ് നിന്ന് പറയാമെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് എടുത്ത് തുടങ്ങാം. എന്റെ വാക്കുകൾ കേട്ട് കുട്ടികൾ അല്പം നിരാശരായെന്ന് തോന്നുന്നു. അപ്പോഴാണ് അവസാന ബെഞ്ചിൽ നിന്നും മുഷിഞ്ഞ വേഷമിട്ട ഒരു ആൺകുട്ടി എഴുന്നേറ്റ് നിന്നത്. ടീച്ചർ, ഞാൻ പാടാം. വിളറിയതെങ്കിലും ഭംഗിയുള്ള ഒരു ചിരിയോടെ അവൻ ഒരു പാട്ട് മനോഹരമായി പാടി നിർത്തി. ക്ലാസ്സിലെ കുട്ടികൾ ഒന്നടങ്കം അവനെ കൈയടിച്ചു പ്രോത്സാഹിപ്പിച്ചു. കേട്ട് പരിചയമില്ലാത്തതാണെങ്കിലും
കേൾക്കാൻ ഇമ്പമുള്ള പാട്ട് പാടി അവനെ ഞാൻ അരികിലേക്ക് വിളിച്ച് ചേർത്ത് നിർത്തി. അവൻ്റെ മുഖത്ത് ഒരു ജാള്യത മിന്നിമാഞ്ഞെങ്കിലും ആത്മാഭിമാനം വീണ്ടെടുത്ത് അവൻ എൻ്റെ അരികിൽ നിന്നു. എന്താ മോൻ്റെ പേര്? നവനീത്. അവൻ എൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. ഞാൻ എല്ലാ കുട്ടികളോടുമായി തുടർന്നു. ഇതുപോലെ നിങ്ങളുടെ സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാൻ മടി കൂടാതെ മുന്നോട്ട് വരണം. എല്ലാ കാര്യങ്ങൾക്കും സ്വന്തമായ അഭിപ്രായമുണ്ടാവണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുമെന്ന് കരുതരുത്. ചിരിച്ചുകൊണ്ട് സൗഹാർദ്ദത്തോടെ ഞാൻ എൻ്റെ കുട്ടികൾക്ക് അടുത്ത ക്ലാസ്സിലേക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കെ ബെൽ മുഴങ്ങി. കുട്ടികളുടെ കളിച്ചിരികൾക്കൊടുവിൽ എൻ്റെ സ്കൂളിലെ ആദ്യ ദിനം അങ്ങനെ നന്നായി തന്നെ കടന്നുപോയി. കുട്ടികൾ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി. ഞാൻ പതിയെ കാർ സ്റ്റാർട്ടാക്കി ടൗണിലെ തിരക്കിലേക്കിറങ്ങി. സമയം 4:45. മോള് വീടെത്താറായി കാണും. അവളെക്കുറിച്ച് ഓർത്തപ്പോഴാണ് മസാലദോശ വാങ്ങിയില്ലെന്ന് ഓർമ്മ വന്നത്. ടൗണിലെ ഹോട്ടലിന് മുന്നിൽ വണ്ടി നിർത്തി. ചേട്ടാ, ഒരു മസാലദോശ. കൗണ്ടറിലിരിക്കുന്ന ആളോടായി ഞാൻ പറഞ്ഞു. അദ്ദേഹം ഓർഡർ അകത്തേക്ക് വിളിച്ചു പറഞ്ഞ് വലിപ്പിലെ നോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തുകയായിരുന്നു. ഞാൻ മസാലദോശയുടെ കാശ് കൊടുത്ത് പാഴ്സലിനായി കാത്തുനിന്നു. പെട്ടെന്ന് അടുക്കളയിൽ നിന്നും പാഴ്സലുമായി എൻ്റെ അടുത്തേക്ക് നടന്നു വന്ന ആളെ കണ്ടതും ഞാൻ സംശയം തീരാതെ വീണ്ടും നോക്കി. രാവിലെ കണ്ട അതേ ജാള്യത ആ മുഖത്ത് ഇപ്പോഴുമുണ്ട്. നവനീത്. ഞാൻ അവനെ നോക്കി സ്നേഹത്തോടെ ചിരിച്ചു. അവൻ്റെ മുഖത്ത് വിരിഞ്ഞ ചിരിക്ക് രാവിലത്തേതിനേക്കാൾ വിളർച്ച ബാധിച്ചിരിക്കുന്നതായി തോന്നി. തിരികെ വീട്ടിലേക്ക് ചിന്തകളുടെ ഒരു നൂൽപാലത്തിലൂടെയായിരുന്നു എൻ്റെ യാത്ര. വണ്ടി വീടിൻ്റെ മുറ്റത്ത് എത്തി നിർത്തിയപ്പോൾ ജയേട്ടനും ഗൗരിമോളും ഉമ്മറത്ത് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സ്കൂൾ വിശേഷങ്ങൾ ഓരോന്നും പങ്കുവെക്കുന്നതിനിടയിൽ നവനീതിനെക്കുറിച്ച് പറയാതിരിക്കാൻ എനിക്കായില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ നവനീതിനെ അടുത്തറിയാൻ ശ്രമിച്ചു. ആദ്യമൊക്കെ തുറന്ന് സംസാരിക്കാൻ മടി കാണിച്ചെങ്കിലും പതിയെ അവനെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് അമ്മയെ നഷ്ടപ്പെട്ടു പോയ അവന് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛനും നഷ്ടമായതോടെ അവൻ തീർത്തും അനാഥനായി. വിശപ്പടക്കാനാവാതെ ഒരു നാൾ ആ ഹോട്ടലിന് മുന്നിൽ കരഞ്ഞു നിന്നപ്പോൾ ഹോട്ടലുടമയ്ക്ക് തോന്നിയ കനിവ്. വിശക്കുമ്പോഴെല്ലാം വയറു നിറയ്ക്കാൻ അവൻ അവിടെ ഓടിച്ചെല്ലാം. പക്ഷേ അഭിമാനിയായ അവന് ഔദാര്യം സ്വീകരിക്കൽ പ്രയാസമായതുകൊണ്ടാണ് സ്കൂൾ വിട്ട് അവൻ ആ വലിയ മനുഷ്യനെ സഹായിക്കാൻ ചെല്ലുന്നത്. കൂടുതലായി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലൊരു വല്ലാത്ത വിങ്ങലായിട്ടേ അവന് ഓർക്കാൻ കഴിയുന്നുള്ളൂ. ജീവിതത്തിൽ സന്തോഷങ്ങൾ വിരുന്നു വന്നെങ്കിലും പലപ്പോഴും വിഷാദവദനയായി കണ്ട എന്നെ ജയേട്ടൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സുജയ്, എന്താ നിനക്ക് പറ്റിയത്? ജോലിക്ക് പോയി തുടങ്ങിയ ദിവസങ്ങളിലെ സന്തോഷമൊന്നും കാണാനില്ലല്ലോ. എന്തു പറ്റി? ഒരു രാത്രിയിൽ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന എന്നോട് ജയേട്ടൻ്റെ ചോദ്യം. ജയേട്ട, ആ കുട്ടിയില്ലേ നവനീത്, അവൻ്റെ ഒരു ജീവിതം ഇത്ര ചെറുപ്പത്തിൽ അനാഥനാക്കപ്പെടുക എന്നത് വല്ലാത്തൊരു ശാപമല്ലേ? എത്ര മുതിർന്നിട്ടാണ് എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടമായത്. എന്നിട്ടും ആ വേദനയ്ക്ക് കൂട്ടായിട്ട് എന്നെ മനസ്സിലാക്കാൻ കഴിവുള്ള നിങ്ങളെ കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു എൻ്റെ അവസ്ഥ? ഓർക്കാൻ പോലും വയ്യ. അവനെക്കുറിച്ച് ഓർക്കുമ്പോ എന്തോ മനസ്സിന് വല്ലാത്തൊരു വിങ്ങല്. നിറഞ്ഞൊഴുകുന്ന എൻ്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് ജയേട്ടൻ എഴുന്നേറ്റിരുന്നു. നീ വിഷമിക്കാതെ സുജയ്, ഞാനൊരു കാര്യം പറയാം. അവനെ നീ ഇങ്ങോട്ട് കൊണ്ടുവാ. അവൻ എവിടെ നിന്ന് പഠിക്കട്ടെ. എന്താ നിന്റെ അഭിപ്രായം? എൻ്റെ മനസ്സ് വായിച്ചെന്ന പോലെ ജയേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റിരുന്നു. ജയേട്ടാ, സത്യമാണോ ജയേട്ടൻ ഈ പറയുന്നത്? അവനെ ഇവിടെ കൊണ്ടുവരുന്നതിൽ ജയേട്ടനൊരു എതിർപ്പുമില്ലേ? എൻ്റെ ആകാംക്ഷ കണ്ട് ജയേട്ടൻ സ്നേഹത്തോടെ ചിരിച്ചു. നീ കൊണ്ടുവാടി പെണ്ണേ. ഉയർന്നു കേട്ട കാറിന്റെ ഹോണടി ശബ്ദം എന്നെ ചിന്തകളുടെ ആഴക്കടലിൽ നിന്നും വീണ്ടും ഉണർത്തി. ഇടത് സീറ്റിലിരുന്ന് ജയേട്ടൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ ടീച്ചറമ്മേ, വണ്ടി എടുക്കുന്നില്ലേ? ഞാൻ അല്പം ലജ്ജയോടെ ജയേട്ടനെ നോക്കി. പിന്നീട് പുറകിലെ സീറ്റിലേക്കും. മക്കൾ നല്ല സന്തോഷത്തിലാണ്.
ഗൗരിയും നവനീതും. അവന്റെ കണ്ണുകളിൽ ഊറിക്കൂടിയ കണ്ണുനീർ തനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത ഈ കൊച്ചു കൊച്ചു വലിയ സന്തോഷങ്ങളുടെ അശ്രുകണങ്ങളാണെന്ന് മനസ്സിലാക്കാൻ അവന്റെ മുഖത്തെ മാസ്ക് ഒരു തടസ്സമേ ആയിരുന്നില്ല എനിക്ക്. ജയേട്ടനെ ജോലിസ്ഥലത്തിറക്കി ഞങ്ങൾ മൂവരും GMHSS വിമലഗിരിയിലേക്ക് യാത്രയായി. വിദ്യാർത്ഥികളെ സ്വന്തം മക്കളായി നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന എല്ലാ അധ്യാപകർക്കും വേണ്ടി സമർപ്പിക്കുന്നു സ്നേഹസ്പർശം. നന്ദി.